നമുക്കിന്ന് നല്ലൊരു ദോശ ഉണ്ടാക്കാം. നല്ല ദോശ ഉണ്ടാക്കണമെങ്കിൽ നന്നായിട്ട് നമ്മൾ അതിൻ്റെയൊക്കെ അളവനുസരിച്ചിട്ട് വേണം അരി നമ്മൾ വെള്ളത്തിലിടാൻ. നമ്മൾ റേഷൻ കടയിൽ ഉണ്ടാവുന്ന ചോറ്റേരി ഉണ്ടല്ലോ, വെള്ള ചോറ്റേരി, അത് നമ്മളൊരു ഗ്ലാസ് ഇടുമ്പോൾ 2 ഗ്ലാസ് പച്ചരി ഇടുക. അതേ ഗ്ലാസ്സിന് കണക്കാക്കിയിട്ട് 1 ഗ്ലാസ് ഉഴുന്നിടുക. ഉഴുന്ന് വേറെ സെപ്പറേറ്റ് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കണം. അരി നമ്മൾ രണ്ടും കഴുകി ഒരുമിച്ച് വെള്ളത്തിലിട്ട് കുതിർത്തി വയ്ക്കുക. ഉഴുന്നും കഴുകാൻ ശകലം 1 ടേബിൾ സ്പൂൺ ഉലുവയും ഇടുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് അതൊരു 6 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ചോറൊന്നും കൂട്ടണമെന്നില്ല. ഇനി നിങ്ങൾക്ക് ശകലം ചോറ് ചേർക്കണമെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ ചോറ് ചേർക്കാം. നമ്മൾ ആ ചോറ് വയ്ക്കുന്ന അരി ചേർക്കുന്നതുകൊണ്ട് വേണ്ട ആവശ്യമില്ല. അത് നമ്മൾ നന്നായിട്ട് ആട്ടിയെടുക്കണം. ആട്ടിയെടുക്കുമ്പോൾ ലാസ്റ്റ് ഒരു ചെറിയ ഐസ് ക്യൂബ്സ് എടുത്ത് അതിനകത്തേക്ക് ഇടാം. എന്നിട്ട് ഇട്ടിട്ട് നന്നായിട്ട് അരച്ചതിന് ശേഷം അത് നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ടൊരു ഡാർക്ക് പ്ലേസ് നമ്മളിപ്പോൾ റൈസ് കുക്കറൊക്കെ അതിനകത്തേക്ക് ഇറക്കി വയ്ക്കാം. അപ്പം നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ടാവും നമ്മുടെ ഈ ദോശമാവ്. അപ്പോൾ ആ ദോശമാവ് എടുത്തിട്ട് നമുക്കൊരു അടിപൊളി ദോശ ഉണ്ടാക്കാം. അപ്പം നമുക്ക് എങ്ങനെ നല്ലൊരു ദോശ ഉണ്ടാക്കാൻ നോക്കാം. ചമ്മന്തി അതേപോലെ തന്നെ നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കാം. ഇന്ന് നോമ്പ് തുറക്കാൻ എനിക്ക് ദോശയും നല്ലൊരു ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇന്ന് മീൻ കറി ഇല്ല, ചിക്കൻ കറി ഒന്നുമില്ല. ഇന്ന് ഉണ്ടാക്കുന്നത് തന്നെ എന്നും നമ്മൾ ഈ 30 ദിവസം നമ്മൾ പത്തിരിയും പുട്ടും കഴിച്ച് മടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് ദോശയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നല്ലൊരു ദോശ എങ്ങനെ ചുടാന്നുള്ളത് നമുക്ക് നോക്കില്ലേ ഗൈസ്. എല്ലാവരും എൻ്റെ ചാനൽ കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂട്ടുകൂടാം. ഒരുപാട് നോമ്പ് റംദാനിന് ശേഷം ഞാൻ ഒരുപാട് നല്ല ടിപ്സുകളായിട്ട് വരുന്നതാണ്. ജിമ്മിനെ കുറിച്ചിട്ട്, അതേപോലെ തന്നെ പല കാര്യങ്ങൾ, യാത്ര, ട്രാവൽ വ്ളോഗ്സ്, അങ്ങനെ കുറേ വ്ളോഗുകൾ ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമുക്ക് ദോശ ഇടാൻ പോവാം കേട്ടോ. ഇപ്പോൾ കണ്ടില്ല ദോശമാവ് നല്ലോണം പൊങ്ങി വന്നത് കണ്ടോ. ഇപ്പോഴാണ് ഞാൻ ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മളെപ്പോഴാണ് കഴിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴാണ് നമ്മൾ ചുടുന്നത് കണ്ടോ. ദോശമാവ് നല്ലോണം പൊങ്ങി നല്ലോണം ഇതായിട്ടുണ്ട്. ചട്ടി ചൂടായതിന് ശേഷം ചട്ടിയിലേക്ക് മാവ് ഒഴിക്കുക. എന്നിട്ട് വലിയൊരു ദോശ പാരണം കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് ഇത് പരത്തിയതിന് ശേഷം ഇതിനകത്തേക്ക് നല്ല നെയ്യെടുത്തിട്ട് നമ്മളൊന്ന് ഇതാക്കി കൊടുക്കണം. ആ നെയ്യിൻ്റെ മണമൊക്കെ ചെല്ലുമ്പോൾ കുട്ടികൾക്ക് നല്ല ഇഷ്ടമുണ്ടാവും ദോശ. നമുക്കും കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കറുമുറാന പോലെ ഉണ്ടാവും ആ ദോശ കഴിക്കാൻ. എന്നിട്ട് നെയ്യ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ തൂവി കൊടുക്കുക. ഇപ്പം നെയ്യ് ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇനി വെളിച്ചെണ്ണ വേണമെങ്കിൽ തൂവാം, അല്ലെങ്കിൽ സൺഫ്ലവർ വേണമെങ്കിൽ തൂവാം. പക്ഷേ ഏറ്റവും ടേസ്റ്റ് നെയ്യിനാണ് കേട്ടോ. നെയ്യ് നല്ല ടേസ്റ്റാണ്. എന്നിട്ട് ആ നെയ്യിൽ കിടന്നിട്ട് ഇതിങ്ങനെ നല്ല ക്രിസ്പി ആയിട്ട് വരണം. ഇപ്പം തന്നെ കണ്ട നെയ്യ് ഒഴിച്ചിട്ട് ആ ദോശയ്ക്ക് നല്ല മണം. നമ്മൾ ഹോട്ടലിൽ അരിഭവനിലൊക്കെ പോയിരുന്ന നല്ല ദോശയുടെ മണം ഇങ്ങനെ വരില്ലേ, അതുപോലെയുണ്ട്. നല്ല പേപ്പർ ദോശ പോലെ. എന്നിട്ട് ഇതിൻ്റെ മണം കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്ത് കഴിക്കാൻ തോന്നും. കണ്ട നല്ല കറുമുറേനായിട്ടുണ്ട് ദോശ. നല്ല മണമുള്ള നല്ല ദോശ. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ചുട്ട് വയ്ക്കും. ഞാൻ 2 ചുട്ടു. ഇതേപോലെ നിങ്ങളും ഒന്ന് ചുട്ടു നോക്കും. കുട്ടികൾ സ്കൂളിലൊക്കെ പോകാനാണ് സമയത്ത് നിങ്ങൾ ഇതേപോലെ. അപ്പോൾ കുട്ടികൾക്ക് ആ ചൂടോടെ നെയ്യ് കൂട്ടി കൊടുക്കണം. ഒരിക്കലും നേരത്തെ ദോശ ചുട്ട് പ്ലേറ്റിലാക്കി വെക്കരുത്. നമ്മുടെ കുട്ടികൾ എപ്പോഴാണോ ഭക്ഷണം കഴിക്കാനിരിക്കുന്നത്, നമ്മളെപ്പോഴാണോ ഇരിക്കുന്നത്, അപ്പോൾ ചൂടോടുകൂടി ദോശ ചുടുക, കഴിക്കുക. നല്ലൊരു ചായയും കുടിച്ചു കഴിഞ്ഞാൽ അത് മതി അന്നത്തെ ദിവസത്തിലേക്ക്. നല്ല ചമ്മന്തി ഉണ്ടാക്കുക. ഞാൻ നല്ലൊരു ചട്നി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങ അരച്ച ചട്നി, തേങ്ങയും പൊട്ടുകടലയൊക്കെ ഇട്ട് ചട്നി. അപ്പോൾ ഞാൻ വീഡിയോ ഒരുപാട് ലെങ്ത് ആവുമ്പോൾ ചട്നി ഞാൻ കാണിക്കാതിരുന്നത്. ഇനി നോക്കിക്കോളൂ, നല്ല ചട്നി ഒഴിച്ചിട്ട് നമുക്ക് ഈ ദോശ ഒന്ന് കഴിച്ചു നോക്കണം. ഭയങ്കര രസമുണ്ടാവും. കുട്ടികളൊക്കെ ചോദിച്ച് വാങ്ങി കഴിക്കുക. അടുത്തവരെ കൊണ്ടുപോയി ഇരുത്തുക, സ്നേഹത്തോടു കൂടി ഇരുത്തി അവർക്ക് നല്ല ചമ്മന്തിയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളൊന്ന് കഴിച്ചു നോക്കൂ. ഈ ചട്നി ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. നാളെ മക്കൾ പിന്നെ എന്നും ദോശ വേണമെന്ന് പറയും. പക്ഷെ വെറുതെ ദോശ ഉണ്ടാക്കി ഒരിക്കലും നമ്മൾ പാത്രത്തിലിട്ട് വയ്ക്കരുത്. അങ്ങനെ ചൂട് ദോശ ഉണ്ടാക്കിയിട്ട് നല്ല ക്രിസ്പിയാണ് നിങ്ങളത്. ആ ദോശയുടെ ആ മുരിച്ചിൽ എന്നിട്ട് അതൊന്ന് എടുത്തിട്ട് വായിലേക്ക് വെക്കുമ്പോൾ
അപാര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഞാൻ പറഞ്ഞതേ പ്രകാരം വന്ന് നിങ്ങൾ മാവരച്ച് ദോശ ഉണ്ടാക്കിയിട്ട് ചുട്ടു നോക്കും. എന്നിട്ട് നിങ്ങളിതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ.